അസ്സാം വലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലുള്ള ഈഗിൾബർഗിൽ ടിറ്റ്ലീസിൽ ഞങ്ങൾ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. ഗ്ലേസർ കേവ് ഇതായിരുന്നു അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിനകത്തൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇത് ആക്ച്വലി ഗ്ലേസർ കേവ് എന്നല്ല, ഐസ് കേവ് എന്നായിരുന്നു ഇതിന് പേരിടേണ്ടത്. ഫുള്ളി തണുപ്പായിരുന്നു, നല്ല ഫുൾ എല്ലാം തന്നെ ഐസ് കട്ട പോലെ തന്നെയായിരുന്നു. നല്ല കോൾഡായിരുന്നു ഇതിനകത്തോട്ട്. അതിനകത്തോട്ട് കയറുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ മാറുന്നുണ്ട്. ഫുൾ ബ്ലൂ ആയിട്ടൊക്കെയാണ് ലൈറ്റ് സെറ്റിങ്സ് എന്ന് പറയാനായിട്ട്. ഫുൾ ബ്ലൂ കളറായിരുന്നു. നല്ല രീതിയിൽ ഐസ് കട്ട എല്ലാം തന്നെ ഇതിനകത്തോട്ട് ഫുള്ളും തന്നെ ഐസ് കട്ടയുടെ ഒരു ഇത് തന്നെയായിരുന്നു. ഫുൾ അങ്ങോട്ട് പോ ഫുൾ ഇതായിരുന്നു. കണ്ടോ, ഫുൾ ഐസ് കട്ടയായിരുന്നു അത്. സ്നോയും ഐസ് കട്ടയും കൂടെ ചേർന്നിട്ടുള്ളത് നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ സ്ലിപ്പിങ്ങും ഉണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ. കാര്യം അത് ഐസ് കട്ടയല്ലേ, അത് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കൊക്കെ താഴെയൊക്കെ നിറച്ച് വെള്ളം കെട്ടിക്കിടപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ലിപ്പിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഐസ് ഏജ് മൂവിയിലുള്ള ആ ഒരു ഇതൊക്കെയായിരുന്നു അതിനകത്ത് കൂടുതലും ഫ്രീസ് ചെയ്തവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടായാലും നല്ല ഇതായിരുന്നു. അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എന്തുമാത്രം ഐസ് കട്ടയാണ്, എന്തുമാത്രം തണുപ്പായിരിക്കും എന്നൊക്കെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരിക്കും. ഈ ഒരു കേവിൽ നിന്ന് നമുക്ക് നടന്ന് പോയാൽ മാത്രമേ നമുക്ക് മെയിൻ സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടി, ടിറ്റ്ലീസിൻ്റെ ഹൈലോട്ടൊക്കെ എത്താൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇത് കണ്ടോ, ടിറ്റ്ലീസ് ദ പീക്ക് ടു ബി എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. കേവിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുള്ളൊരിതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്ന് നമുക്ക് പോവേണ്ടത്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ നടന്ന് പുറത്തോട്ട് ഇറങ്ങി. ചെറിയ വെയിലും ചെറിയൊരു തണുപ്പും എന്നൊക്കെ പറയുന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇത് കണ്ടോ, അയ്യോ എന്തൊരു നല്ലൊരു വ്യൂ ആയിരുന്നു എന്ന് കാണാനായിട്ടൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നല്ല എന്താ പറയുക, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടപ്പുണ്ട്. അതിനൊത്ത് സൺലൈറ്റും ഉണ്ട്.
അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിരുന്നു. തണുപ്പ് നല്ല രീതിയിലുള്ള തണുപ്പും ഉണ്ട്, എന്നാൽ സൺലൈറ്റും ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായാലും കാണുന്ന കാഴ്ചകളായാലും വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ഫുൾ കോട കൊണ്ട് നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. ഫുൾ മഞ്ഞായിരുന്നു, ഫുൾ ഫോക്കായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇതൊരു ഓപ്പൺ കേബിൾ കാറാണ്. നമ്മുടെ കേബിൾ കാർ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ആയിരിക്കില്ല, ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ കേബിൾ കാറിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്കേർഡായിരുന്നു. അപ്പോൾ അതിലോട്ട് പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞങ്ങൾ 4 പേരും ഓപ്പൺ കേബിൾ കാറിൽ കയറിയിരുന്നിട്ട് ഞാനെടുത്ത കുറച്ച് വീഡിയോസായിരുന്നു. ഒരുപാട് പേടിച്ചിട്ട് ടെൻഷൻ അടിച്ചെടുത്ത വീഡിയോ ആയിരുന്നു. ഓപ്പൺ കേബിൾ കാറല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി നല്ല രീതിയിലുള്ള ടെൻഷനും പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ആ രീതിയിലൊക്കെ തന്നെയാണ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നത്. ഹായ്. സോ ഫൈനലി ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിലുണ്ടായിരുന്ന സന്തോഷം, എക്സൈറ്റ്മെൻറ്റും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതിന് അവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യൂ സൂപ്പറായിരുന്നു. സോ കണ്ടോ, മൗണ്ട് ഇറ്റലി സ്വിറ്റ്സർലാൻഡ് 3020 MUM 10,000 ഫീറ്റ്. ടോട്ടലി 10,000 ഫീറ്റിൻ്റെ മുകളിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതിന് പുറമേ തന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ കണ്ടോ ഷാറൂഖ് ഖാൻ്റെയും കജോളിൻ്റെയും ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു അത്. കണ്ടോ, ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവൻ്റെ ഒരു ബ്യൂട്ടി എന്താണ് എന്ന്. സോ വളരെ സന്തോഷമായിരുന്നു. ഈ ഒരു മൗണ്ട് ഇറ്റലിസിലുള്ള യാത്ര ഞങ്ങൾക്ക് ഭയങ്കര അഡ്വഞ്ചറായിട്ട് നിറഞ്ഞൊരു യാത്ര പോലെ തന്നെ പറയാം. ഫുൾ അഡ്വഞ്ചർ തന്നെയായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതുപോലെ സ്നോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്നോയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്നോ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ രസമായിരിക്കും. പക്ഷേ ഇത് സ്നോ ഒരുപാട് ഉണ്ടായിരുന്നില്ല. സോ മൗണ്ട് ഇറ്റലീസിൽ ഞങ്ങൾ 1 ഡേ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ആ ഒരു ക്ലൈമറ്റ് ആയാലും നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് നാച്ചുറലായിട്ട് ഒരുപാട് അടുത്ത് നിന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യാനായിട്ട് പറ്റിയതിൽ.
സോ ഞങ്ങൾ വീണ്ടും താഴോട്ട് പോകുന്നതാണിത്. വീണ്ടും പോകേണ്ട സെയിം ആ ഗ്ലേസർ കേവ് വഴി തന്നെയാണ്. നമ്മൾ ഇറങ്ങിയത് എങ്ങനെയോ അതുപോലെ തന്നെയാണ്, അതിലൂടെ തന്നെയാണ് തിരിച്ച് നമുക്കും. കണ്ടോ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഫോഗുണ്ട് എന്നുള്ളത്. ഇത് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിയിൽ ഞാൻ കണ്ട കാഴ്ചയാണ് കേട്ടോ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.